കോട്ടയത്തെ ഒരു പഴയ ലോഡ്ജിൽ ഓരോ രാത്രി ഒരേ ജനലിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് ആര്യൻ ശ്രദ്ധിക്കുമായിരുന്നു. മഴയായാലും കാറ്റായാലും അവൾ അവിടെ തന്നെയുണ്ടാകും. ആര്യൻ ആ ലോഡ്ജിന്റെ താഴത്തെ നിലയിൽ ഒരു ചെറിയ പുസ്തകക്കട നടത്തുകയായിരുന്നു. ഓരോ ദിവസം കടയടയ്ക്കുമ്പോഴും അവൻ ആ ജനലിലേക്ക് നോക്കും. അവളുടെ മുഖത്ത് എപ്പോഴും ഒരു നിശബ്ദതയുണ്ടായിരുന്നു. പക്ഷേ കണ്ണുകളിൽ ഒരുപാട് കഥകൾ. ഒരു ദിവസം ധൈര്യം കൂടി അവൻ ലോഡ്ജിലേക്ക് പോയി. "ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ ദിവസവും കാണാറുണ്ട്," അവൻ പറഞ്ഞു. അവൾ ചെറുതായി ചിരിച്ചു. "അപ്പോൾ ഞാൻ ഇത്രയും ശ്രദ്ധേയയാണോ?" "അല്ല, നിങ്ങൾ വളരെ ദുഃഖിതയായി തോന്നുന്നു." അവൾ ജനലിന് പുറത്തേക്ക് നോക്കി. ചില ആളുകൾക്ക് ദുഃഖമൊരു ശീലമാകും. അവളുടെ പേര് ലിയ. അവൾ ഒരു ചിത്രകാരി. പക്ഷെ ഇപ്പോൾ ചിത്രങ്ങൾ വരയ്ക്കുന്നില്ല. "എന്തുകൊണ്ട്?" ആര്യൻ ചോദിച്ചു. ലിയ മൃദുവായി പറഞ്ഞു, "എന്റെ എല്ലാ നിറങ്ങളും ഒരാളോടൊപ്പം പോയി." ആ വാക്കുകൾ ആര്യന്റെ ഹൃദയത്തിൽ തട്ടി. അടുത്ത ദിവസങ്ങളിൽ അവൻ ലിയയോട് സംസാരിക്കാൻ തുടങ്ങി. പുസ്തകങ്ങൾ കൊടുത്തു, ചായ കൊണ്ടുവന്നു, മഴയെക്കുറിച്ച് കഥകൾ പറഞ്ഞു. പതിയെ ലിയയുടെ മുഖത്ത് ചെറിയ പുഞ്ചിരികൾ തിരിച്ചുവന്നു. ഒരു ദിവസം ആര്യൻ അവളോട് ചോദിച്ചു, "നീ വീണ്ടും പെയിന്റ് ചെയ്യാൻ ശ്രമിക്കാമോ?" അവൾ തല കുനിച്ചു. "എനിക്കിനി നിറങ്ങൾ കാണുന്നില്ല." ആര്യൻ ഒരു ചെറിയ കളർ ബോക്സ് അവളുടെ കയ്യിൽ നൽകി. "നിറങ്ങൾ പുറത്തല്ല, ചിലപ്പോൾ ഹൃദയത്തിലാണ്." ആ രാത്രി ലിയ വർഷങ്ങൾക്കു ശേഷം ഒരു ക്യാൻവാസ് തുറന്നു. അവൾ ആദ്യം വരച്ചത് ഒരു ജനൽ. ജനലിന് താഴെ ഒരു പുസ്തകക്കട. അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ. കാലം കടന്നു. അവർ തമ്മിൽ കൂടുതൽ അടുത്തായി. ഒരു മഴയുള്ള രാത്രി ലിയ ആര്യനോട് ചോദിച്ചു, "നീ എന്തിനാണ് എന്നെ ഇത്രയും മനസ്സിലാക്കുന്നത്?" ആര്യൻ ചിരിച്ചു. "കാരണം ഞാൻ പോലും ഒരിക്കൽ തകർന്ന ഒരാളായിരുന്നു." ലിയയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പതിയെ അവന്റെ കൈ പിടിച്ചു. "അപ്പോൾ നമുക്ക് ഒരുമിച്ച് വീണ്ടും നിറങ്ങൾ കണ്ടെത്താമോ?" ആര്യൻ തല കുനിച്ചു. ആ ദിവസം ഒരു ജനലിനപ്പുറത്ത് ഒളിഞ്ഞിരുന്ന ദുഃഖം ഒരു പുതിയ പ്രണയമായി മാറി. കാരണം ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് സ്നേഹിക്കാൻ മാത്രമല്ല, വീണ്ടും ജീവിക്കാൻ പഠിപ്പിക്കാനാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ രാത്രിയും 11:45 ഒരു അവസാന ട്രെയിൻ എത്തും. ആ ട്രെയിനിൽ നിന്ന് ഓരോ ദിവസവും ഒരേ പെൺകുട്ടി ഇറങ്ങുന്നത് ആദിൽ ശ്രദ്ധിച്ചിരുന്നു. അവൻ സ്റ്റേഷനിലെ ചെറിയ ബുക്ക് സ്റ്റാളിൽ ജോലി ചെയ്യുകയായിരുന്നു. തിരക്കേറിയ ആളുകളുടെ ഇടയിൽ പോലും ആ പെൺകുട്ടിയുടെ നിശബ്ദത അവന്റെ കണ്ണിൽ പതിഞ്ഞു. അവൾ ട്രെയിനിൽ നിന്നിറങ്ങി ഒരു പുസ്തകം വാങ്ങും, പിന്നെ ഒന്നും പറയാതെ പോകും. ഒരു ദിവസം അവൾ വാങ്ങിയ പുസ്തകത്തിനുള്ളിൽ ഒരു ചെറിയ പേപ്പർ വീണു. ആദിൽ അതെടുത്തു നോക്കി. അതിലെഴുതിയിരുന്നത്, "ചില യാത്രകൾ വീട്ടിലേക്കല്ല, ഓർമ്മകളിലേക്കാണ്." ആ വാക്കുകൾ അവനെ സ്പർശിച്ചു. അടുത്ത ദിവസം അവൾ വീണ്ടും വന്നു. "ഇത് നിങ്ങളുടേതാണോ?" ആദിൽ പേപ്പർ കാണിച്ചു ചോദിച്ചു. അവൾ ചെറിയൊരു ചിരിയോടെ തല കുനിച്ചു. "അതെ, ചിലപ്പോൾ ഞാനെന്റെ ചിന്തകൾ പുസ്തകങ്ങളിൽ മറക്കും." അവളുടെ പേര് റീന. അങ്ങനെ അവരുടെ സംഭാഷണം തുടങ്ങി. ഓരോ രാത്രിയും റീന പുതിയൊരു പുസ്തകം വാങ്ങും. ആദിൽ അവൾക്ക് പുസ്തകങ്ങൾ ശുപാർശ ചെയ്യും. സ്റ്റേഷൻ പതിയെ അവരുടെ ചെറിയ ലോകമായി മാറി. "നീ എന്തിനാണ് എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നത്?" ആദിൽ ചോദിച്ചു. റീന ജനലിനു പുറത്തേക്ക് നോക്കി. "എന്റെ ജോലി മറ്റൊരു നഗരത്തിലാണ്. പക്ഷേ എന്റെ ഹൃദയം ഇവിടെ എവിടെയോ കുടുങ്ങി." ആദിൽ ചിരിച്ചു. "അപ്പോൾ അതിനെ കണ്ടെത്തണം." റീന ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവളുടെ കണ്ണുകളിൽ ഒരു വേദനയുണ്ടായിരുന്നു. കാലം കടന്നു. അവർ തമ്മിൽ കൂടുതൽ അടുത്തായി. ഒരു മഴയുള്ള രാത്രി ട്രെയിൻ വൈകി. സ്റ്റേഷൻ ശാന്തമായി. റീന മൃദുവായി പറഞ്ഞു, "ഞാനൊരാളെ സ്നേഹിച്ചിരുന്നു." ആദിൽ മിണ്ടാതെ കേട്ടു. "അവൻ ഈ സ്റ്റേഷനിൽ നിന്നാണ് അവസാനമായി യാത്ര പോയത്. അതിനുശേഷം ഞാൻ ട്രെയിനുകളെ വെറുക്കാനും സ്നേഹിക്കാനും തുടങ്ങി." ആദിലിന്റെ ഹൃദയം ഭാരമായി. "അപ്പോൾ നീ ഇപ്പോഴും അവനെ കാത്തിരിക്കുകയാണോ?" റീന ചെറുതായി ചിരിച്ചു. "ഇല്ല,
പക്ഷെ ചില ഓർമ്മകൾ അവസാന ട്രെയിൻ പോലെയാണ്. പോകും, പക്ഷെ ശബ്ദം മനസ്സിൽ തുടരും. ആ രാത്രി ആദിൽ അവൾക്കൊരു പുസ്തകം നൽകി. അതിനുള്ളിൽ ഒരു ചെറിയ കുറിപ്പ്: പുതിയ കഥകൾ തുടങ്ങാൻ ചില ട്രെയിനുകൾ നഷ്ടമാകണം. റീന അത് വായിച്ചു അവനെ നോക്കി.